പെരുമ്പാവൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ മാധ്യമപ്രവർത്തകർക്ക് നേരെ അഴിഞ്ഞാടി. ജിഷയുടെ അമ്മയെ സന്ദർശിക്കാനെത്തിയ മുഖ്യമന്ത്രിക്കെതിരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചു. വലിയ തോതിലുള്ള അക്രമം സംഭവസ്ഥലത്ത് ഉണ്ടായി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അതേസമയം വ്യക്തമായ മറുപടി പോലും പറയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. വിശദാംശങ്ങൾ KM ഉമേഷ് സംഭവസ്ഥലത്ത് നിന്നും നൽകും. ഉമേഷ്, എപ്പോഴാണ് മുഖ്യമന്ത്രി സംഭവസ്ഥലത്തേക്ക് എത്തിയത്? ഏത് രീതിയിലാണ് മാധ്യമപ്രവർത്തകർ ചോദ്യം മുഖ്യമന്ത്രിയോട് ആരാഞ്ഞത്? ഒപ്പം ചുറ്റും കൂടി നിന്ന കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ ഏത് രീതിയിലാണ് മാധ്യമപ്രവർത്തകരോട് പെരുമാറിയത്? അക്രമം തന്നെ അഴിച്ചുവിടുകയായിരുന്നുവോ? പ്രജീഷ്, അല്പം മുമ്പാണ് അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. അതിനിപ്പോൾ ശമനമായി. ഉണ്ടായ സംഭവം ഇതാണ്. മുഖ്യമന്ത്രി ഒരു 7:45, 8 മണിയോടെയാണ് കൊല്ലപ്പെട്ട ജിഷയുടെ അമ്മയെ കാണാനായി ആശുപത്രിയിലേക്ക് എത്തിയത്. മുഖ്യമന്ത്രി എത്തുന്ന വേളയിൽ തന്നെ ശക്തമായ പ്രതിഷേധം ആശുപത്രിക്ക് പുറത്ത് നിലവിലുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ഇവിടേക്ക് എത്താൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി, അതിശക്തമായ പ്രതിഷേധത്തെ തുടർന്ന്. കാരണം ഇത്തരത്തിൽ വലിയൊരു അതിക്രൂരമായ കൊലപാതകം നടന്ന ഒരാഴ്ചയായിട്ടും പ്രതികളെ പിടികൂടാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തുമ്പ് പോലും ലഭിക്കാനോ പോലീസിന് പറ്റാത്തൊരു സാഹചര്യം. ഇത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അതിശക്തമായ പ്രതിഷേധം പുറത്ത് രൂപപ്പെട്ടത്. ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഒടുവിൽ ഈ പ്രതിഷേധങ്ങൾക്കിടെ ഇതിനകത്തുകൂടി മുഖ്യമന്ത്രി അകത്തേക്ക് കയറി. ഏതാനും കോൺഗ്രസ് പ്രവർത്തകരും MLA ബെന്നി ബെഹനാൻ അടക്കമുള്ളവർ മുഖ്യമന്ത്രിക്ക് ഒപ്പം ഉണ്ടായിരുന്നു. നേരെ ആശുപത്രിക്ക് അകത്തേക്ക് കയറുകയും ജിഷയുടെ അമ്മയെ കാണുകയും ചെയ്തു. എന്നാൽ ജിഷയുടെ അമ്മ വലിയൊരു നിലവിളിയോടെയാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. തൻ്റെ മകളെ കൊന്ന ഘാതകർ എവിടെ എന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ്. ഇത്രയും ദിവസമായി പിടികൂടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിക്കുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായത്. ഇതെല്ലാം നമ്മളടക്കമുള്ള മാധ്യമങ്ങളിലൂടെ ലോകം കാണുന്ന ഒരു സമയത്തായിരുന്നു മുഖ്യമന്ത്രി ഇടപെട്ടത്. അതായത് മാധ്യമങ്ങൾ പുറത്തു നിൽക്കണം, ദയവായി സഹകരിക്കണം, പുറത്തു നിൽക്കണമെന്ന് മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പുറത്തേക്കിറങ്ങി. തുടർന്ന് അടച്ചിട്ട മുറിയിലാണ് ഇവർ കൂടിക്കാഴ്ച നടത്തിയത്. കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിൻ്റെ MLA ബെന്നി ബെഹനാൻ അടക്കമുള്ളവരെ മാത്രം അകത്തു നിർത്തി മാധ്യമങ്ങളെ എല്ലാം പുറത്തേക്ക് ഒഴിവാക്കി നിർത്തിയാണ് മുഖ്യമന്ത്രി ഇവരുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഏകദേശം ഒരു 10 മിനിറ്റ് നേരം മാത്രമാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഇവരുടെ പ്രതിഷേധവും അത്തരത്തിലെല്ലാം തന്നെ അകത്ത് മുഖ്യമന്ത്രിയോട് പറയുമ്പോൾ അതൊന്നും തന്നെ മാധ്യമങ്ങൾക്ക് പകർത്താതിരിക്കാൻ വേണ്ടി ബോധപൂർവമായ ഒരു ശ്രമമാണ് ഉണ്ടായത്. ഏതാനും കോൺഗ്രസ് പ്രവർത്തകരും മുഖ്യമന്ത്രിയും കൂടി മാത്രമാണ് ഇവരുടെ ജിഷയുടെ അമ്മയെ കണ്ടത്. ഇതിനുശേഷം മുഖ്യമന്ത്രി പുറത്തേക്ക് ഇറങ്ങി വന്നു. മാധ്യമങ്ങളോട് ഏതാനും സമയം സംസാരിച്ചു. അപ്പോഴെല്ലാം മാധ്യമങ്ങൾ തുടരെ ചോദിക്കുന്നത് ഇതായിരുന്നു: 7 ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെ കണ്ടെത്താൻ പോലീസിന് കഴിയാത്തതൊരു വലിയ വീഴ്ചയല്ലേ എന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ടാകുമ്പോൾ പ്രതികളെ ഉടൻ പിടികൂടും. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ മുഖ്യമന്ത്രി വീണ്ടും മാധ്യമങ്ങളോട് ആവർത്തിക്കുന്നു. പ്രതികളെ ഉടൻ പിടികൂടാൻ കഴിയും, വളരെ ഗൗരവമായി തന്നെയാണ് ഈ സംഭവം കണക്കിലെടുത്തത്, ശരിയായ ദിശയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് തുടങ്ങിയ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന അതേ കാര്യങ്ങൾ തന്നെ മുഖ്യമന്ത്രി ആവർത്തിക്കുന്നു. എന്നാൽ മാധ്യമപ്രവർത്തകർ തുടരെ പല ചോദ്യങ്ങളും ചോദിക്കുകയുണ്ടായി. അതായത് പോസ്റ്റ്മോർട്ടം ചെയ്തത് ഒരു PG വിദ്യാർത്ഥിനികളാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴും അതൊന്നും ഒരു പ്രശ്നവുമില്ലാതെ തന്നെയായിരിക്കും ഈ അന്വേഷണം മുന്നോട്ട് പോകുക എന്ന ഒരൊറ്റ മറുപടി മാത്രമാണ് തുടർച്ചയായി മുഖ്യമന്ത്രി ആവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ചോദ്യങ്ങൾ പലതും ചോദിക്കുമ്പോൾ ഇതെല്ലാം തടസ്സപ്പെടുത്താനായി മുഖ്യമന്ത്രിക്ക് ചുറ്റും ഈ കോൺഗ്രസ് പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അത് തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് മറുപടി പറയാൻ പറ്റാതെ മുഖ്യമന്ത്രി ഇവിടെ നിന്നും പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണം മാധ്യമപ്രവർത്തകർക്ക് നേരെ ഉണ്ടായത്. റിപ്പോർട്ടർ ചാനലിലെ പ്രവർത്തകരെയും കൈരളി അടക്കമുള്ളവരെയും ശക്തമായി തന്നെ ആക്രമിക്കുകയായിരുന്നു. എല്ലാ മാധ്യമ പ്രവർത്തകർക്ക് നേരെയും ശക്തമായ ആക്രമണം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വളരെ ആസൂത്രിതമായി ബോധപൂർവം തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനുശേഷം മുഖ്യമന്ത്രി ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. ആ ഒരു അരമണിക്കൂർ നേരം വളരെ വലിയൊരു സംഘർഷാവസ്ഥയാണ് ഈ ആശുപത്രി പരിസരത്ത് ഉണ്ടായത്. സർക്കാരിന് ഈ പ്രതികളെ ഇനിയും കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ വലിയൊരു ജാള്യത ഉണ്ടായിരുന്നു. അത് മറക്കാൻ തന്നെയായിരുന്നു ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധം രൂപപ്പെട്ടു വരുമ്പോൾ അതിനെ അടിച്ചമർത്തുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിക്ക് വലിയൊരു സുരക്ഷ പോലീസ് ഒരുക്കിയിരുന്നു. പുറത്തെല്ലാം തന്നെ നിരവധി പോലീസുകാരെയാണ് ഈ ആശുപത്രിക്ക് ചുറ്റും വിന്യസിച്ചിരുന്നത്. അതെല്ലാം തന്നെ ഈ പ്രതിഷേധങ്ങളെല്ലാം അടിച്ചമർത്തി മുഖ്യമന്ത്രി അകത്ത് കയറുകയും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൊടുത്തെങ്കിലും മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുമ്പോൾ ഇതിന് യാതൊരു സംരക്ഷണവും നൽകാനോ അല്ലെങ്കിൽ ഇവരെ നിന്നും മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്നവരെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കാനോ ഒരു ശ്രമവും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നത് വളരെ യാഥാർത്ഥ്യമായി തന്നെ അവശേഷിക്കുന്നു. ഏതാണ്ട് 1/4 മണിക്കൂറോളം വലിയൊരു സംഘർഷാവസ്ഥ തന്നെയാണ് ആശുപത്രി പരിസരത്ത് ഉണ്ടായത്. ഇത് ഒരു ബോധപൂർവമായി അല്ലെങ്കിൽ ആസൂത്രിതമായ ഒരു ശ്രമമായി തന്നെ ഇതിനെ കണക്കാക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്തുകൊണ്ട് പോലീസ് ഇടപെട്ടില്ല എന്ന ചോദ്യം
ഉയരുന്നു. തീർച്ചയായും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാതെ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് പോകുമ്പോൾ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാൻ യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ ശ്രമിക്കുകയും അക്രമം അഴിച്ചുവിടുകയും ആ അക്രമത്തിന് മാധ്യമപ്രവർത്തകരെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി അപ്പുറത്തേക്ക് പോലീസുകാരുടെ സംരക്ഷണയിൽ പോവുകയും ചെയ്യുന്നു. ആ ഒരു സാഹചര്യമാണ് ഇത്രയും നേരം ഇവിടെ ഉണ്ടായത്. അതായത് ഉമേഷ്, കാരണം ഇവിടെ സാംസ്കാരിക ലോകം ഒട്ടക്കായി, കേരളം ഒട്ടക്കായി ഈ നീചമായ പൈശാചികമായ ഈ വേട്ടയാടലിന് എതിരെ അല്ലെങ്കിൽ തലകുനിച്ച് മരിച്ച ജിഷയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി തലകുനിച്ച് നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അവിടേക്ക് മുഖ്യമന്ത്രി എത്തുന്നു. സ്വാഭാവികമായും പോലീസിന്റെ ഭാഗത്തു നിന്നും വളരെ കുറ്റകരമായ അനാസ്ഥ ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്നു. അവിടെയും ചോദ്യങ്ങളോട് അസഹിഷ്ണുത കാട്ടുകയാണ്. അതിന് ചുറ്റുമായി അല്ലെങ്കിൽ ചോദ്യശരങ്ങൾ ഏറ്റുവാങ്ങാൻ അല്ലെങ്കിൽ അതിന് മറുപടി നൽകാതെ മുഖ്യമന്ത്രി നിൽക്കുമ്പോൾ അവിടെ അസഹിഷ്ണുത പ്രകടിപ്പിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസ്സുകാരും രംഗത്ത് വരുന്നു. വളരെ ഏകപക്ഷീയമായ അല്ലെങ്കിൽ പ്രകോപനമില്ലാതെ മാധ്യമ പ്രവർത്തകർക്ക് നേരെ അക്രമം അഴിച്ചുവിടുകയായിരുന്നുവോ? ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കാനേ പാടില്ല എന്ന തരത്തിലുള്ള ഒരു മുൻവിധിയോടുകൂടിയുള്ള ഇടപെടൽ ഏത് രീതിയിലായിരുന്നു, എങ്ങനെയായിരുന്നു? ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം ചെന്നിത്തല ആഭ്യന്തരമന്ത്രി അവിടെ എത്തുമ്പോൾ പീപ്പിൾ ടിവിക്ക് ഇതേ അവസ്ഥ നേരിടേണ്ടി വന്നു. ഇതേ രീതിയിൽ ചോദ്യങ്ങൾ ഒരുപക്ഷെ പൊതുജന മധ്യത്തിലേക്ക് ഈ വിഷയം എടുത്തിട്ട് ചർച്ചയാക്കി ലോകമൊട്ടൊക്കെ ഒരുപക്ഷെ തലകുനിച്ച് ഐക്യദാർഢ്യവുമായി പീപ്പിൾ ടിവിയുടെ ഈ ഒരു ക്യാമ്പയിനോട് ആഭിമുഖ്യം പുലർത്തി രംഗത്ത് വരുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി എത്തുന്ന സാഹചര്യത്തിലും ഈ രീതിയിലുള്ള വളരെ ഒരുപക്ഷെ അസഹിഷ്ണുത അങ്ങേയറ്റം കാട്ടുന്ന രീതിയിലേക്കുള്ള പെരുമാറ്റം ഏത് രീതിയിലാണ് ഉണ്ടായത്? ഏത് സാഹചര്യത്തിലാണ്? ചോദ്യങ്ങളായിരുന്നോ ചോദിക്കുന്നത് ഇവിടെ വിഷയമായി മാറിയത് പ്രവർത്തകർക്ക്? തീർച്ചയായും ചോദ്യങ്ങൾ തന്നെയാണ് വലിയ വിഷയമായി മാറിയത്. മാത്രമല്ല, അതിന് മുൻപ് തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധം രൂപപ്പെട്ടിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങിയിരുന്നു. ഇത്രയും ദിവസമായിട്ടും പ്രതികളെ കൊണ്ടുവരാൻ സർക്കാരിനോ ആഭ്യന്തര വകുപ്പിനോ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇത്രയും വലിയ പ്രതിഷേധം, ഇടതുപക്ഷം അടക്കമുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം ഇന്നലെ തന്നെ രൂപപ്പെട്ടത്. ആഭ്യന്തരമന്ത്രിക്ക് നേരെയും ഇത്തരത്തിൽ വലിയ പ്രതിഷേധം രൂപപ്പെട്ടിരുന്നു. ഇതിനെ എതിർക്കുന്ന ഒരു നിലപാട് ഇന്നലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പലപ്പോഴും പീപ്പിൾ ടിവിക്ക് നേരെ തന്നെ ഇത്തരത്തിലൊരു ആക്രമണം ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് അതിലും ഭീകരമായി ഇന്ന് ഉണ്ടായത് എന്ന് തന്നെ വേണം കണക്കാക്കാൻ. ഇന്ന് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടാണ് മാധ്യമങ്ങളെ പുറത്താക്കിയിരിക്കുന്നത്. കാരണം അകത്ത് മുഖ്യമന്ത്രി കയറുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവരുടെ നിലവിളിയോടെയാണ് ജിഷയുടെ അമ്മ മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്നത്. അതായത് എവിടെയാണ് എൻ്റെ മകളെ കൊന്നവർ, എവിടെയാണ് സാറേ എന്ന രീതിയിലാണ് അവർ മുഖ്യമന്ത്രിയോട് ഉറക്കെ നിലവിളിച്ചുകൊണ്ടാണ് ചോദ്യങ്ങൾ തുടരെ ചോദിച്ചുകൊണ്ടിരുന്നത്. ഈ സമയത്താണ് മുഖ്യമന്ത്രി സാഹചര്യം മനസ്സിലാക്കി ഉടൻ തന്നെ മാധ്യമങ്ങളോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടത്. ഒരുപക്ഷെ കൂടുതൽ പ്രതിഷേധ സ്വരങ്ങൾ അവിടെ നിന്ന് ഇനിയും സ്വന്തം അമ്മയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകും എന്ന ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ട് തന്നെ വളരെ ബോധപൂർവമായി തന്നെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ അകത്തു നിന്ന് പുറത്തേക്ക് മാറ്റുകയായിരുന്നു. എല്ലാവരോടും പുറത്തു പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. അപ്പോഴും ഇതിനകത്തുണ്ടായിരുന്നത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാനും കോൺഗ്രസ് പ്രവർത്തകരെയും MLA ബെന്നി ബെഹനാൻ അടക്കമുള്ള അവരെയും വേണ്ടപ്പെട്ടവരെയും മാത്രം അകത്ത് നിർത്തി മാധ്യമങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കുന്നത് തടുക്കാൻ തന്നെ. കാരണം നമ്മൾ ഈ നിലവിളികൾ അടക്കമുള്ളവർ നമ്മുടെ മാധ്യമങ്ങളിലൂടെ എല്ലാം പുറത്ത് വിട്ടതാണ്. ഇവരുടെ നിലവിളിയും മുഖ്യമന്ത്രിയുടെ കടന്നുവരവും എല്ലാം തന്നെ നമ്മൾ തത്സമയം കൊടുത്തുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഇത് ഇനിയും പുറത്തു പോയാൽ പ്രശ്നമായിരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടാണ് മുഖ്യമന്ത്രി എല്ലാവരെയും പുറത്തേക്ക് മാറ്റി നിർത്തിയത്. 10 മിനിറ്റ് നേരം മുഖ്യമന്ത്രി അകത്ത് ചെലവഴിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ചോദ്യങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മുഖ്യമന്ത്രി അത്തരത്തിലൊരു സാഹചര്യം നേരിടേണ്ടി വന്നത്. തുടരെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആദ്യം സംഭവം നടന്നത് ഏപ്രിൽ 28 എന്നാൽ തുടർച്ചയായി 3 ദിവസം കഴിഞ്ഞിട്ടും ഇത് സംബന്ധിച്ച് പുറം ലോകം പോലും ഒരു വിവരവും അറിയുന്നില്ല. ഇതിൻ്റെ ഏത് തരത്തിൽ കൊലപാതകം നടന്നു അല്ലെങ്കിൽ ഇതിൻ്റെ ഭീകരാവസ്ഥ ഒന്നും തന്നെ പുറത്തേക്ക് വരാത്ത സാഹചര്യം, അത് മൂടിവെക്കുന്ന ഒരു സാഹചര്യം. ഇന്നിപ്പോൾ 7ാം ദിവസമായിട്ടും പ്രതികളെ ഇപ്പോഴും പിടികൂടാൻ കഴിയാത്ത സാഹചര്യം. ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഒരു PG വിദ്യാർത്ഥിയാണെന്നുള്ള വാസ്തവം. ഇത്തരത്തിൽ 100 വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ മുൻപിലേക്ക് ചോദ്യങ്ങളായി തന്നെ മാധ്യമപ്രവർത്തകർ എറിഞ്ഞിടുമ്പോഴാണ് മുഖ്യമന്ത്രി ഇതിനൊന്നും ഉത്തരം കിട്ടാതെ അന്വേഷണം മുന്നോട്ട് പോകുന്നു, പ്രതികളെ ഉടൻ പിടികൂടുമെന്ന സാധാരണ രീതിയിലുള്ള മറുപടികൾ മാത്രം മുഖ്യമന്ത്രി പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന സാഹചര്യം മനസ്സിലാക്കി
ഇവർ തന്നെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ഇതിനോട് അസഹിഷ്ണുത കാണിക്കുകയായിരുന്നു. ഈ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർ അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയും ഈ ചോദ്യങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. മാധ്യമങ്ങൾക്ക് നേരെ ആക്രോശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ഇതിനുശേഷം മുഖ്യമന്ത്രി പുറത്തേക്ക് പോകുമ്പോഴാണ് ഉടൻ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാധ്യമങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ചും റിപ്പോർട്ടർ TV, പീപ്പിൾ TV ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയും ഷർട്ട് വലിച്ചു കയറുകയും അടക്കമുള്ള സാഹചര്യം ഉണ്ടായത്. അതെല്ലാം തന്നെ നമ്മൾ തത്സമയം കാണിച്ചതുമാണ്, പ്രേക്ഷകർ കണ്ടതുമായിരിക്കും. വലിയ തരത്തിലുള്ള അക്രമം അഴിച്ചുവിടുന്നത് ഏതാണ്ട് 10-15 മിനിറ്റോളം അക്രമം അഴിച്ചുവിട്ടു. എന്നാൽ ഈ അസഹിഷ്ണുതയും ഇത്തരത്തിൽ മാധ്യമങ്ങളെ ആക്രോശിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പോലീസ് വളരെ നിഷ്ക്രിയമായി നിൽക്കുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടി വലിയ സംരക്ഷണം ഒരുക്കുകയും മുഖ്യമന്ത്രിയെ സുരക്ഷിതമായി ഇവിടേക്ക് എത്തിക്കുകയും തിരിച്ച് പോലീസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സുരക്ഷയോടെ ഉമേഷ് മടങ്ങിയെത്താം. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ്, രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ജേക്കബ് ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ജേക്കബ് ജോർജ്, ഇന്നിപ്പോൾ കേരളം വീണ്ടും അല്ലെങ്കിൽ 6ാം ദിവസവും 7ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും അന്വേഷണത്തിൻ്റെ ദിശയൊക്കെ മനസ്സിലാകാതെ വരുന്നു. ചോദ്യശരങ്ങൾ ഒട്ടേറെ ബാക്കിയായി നിൽക്കുന്നു. ആ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത്. ആ മുഖ്യമന്ത്രിയോട് സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ അവരുടെ തൊഴിലിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അവരെ നിർവഹിക്കുന്ന കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ ചോദ്യങ്ങൾ ചോദിക്കാം. ആ ചോദ്യങ്ങളിൽ അസഹിഷ്ണുത കാട്ടിക്കൊണ്ട് ഈ രീതിയിൽ മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ആരുമാകട്ടെ പ്രവർത്തകർ പോയാൽ അതിനെ ഏത് ഭാഷയിൽ നമുക്ക് വിവരിക്കേണ്ടി വരും, വ്യാഖ്യാനിക്കേണ്ടി വരും? ശ്രീ ജേക്കബ് ജോർജ്. തീർച്ചയായിട്ടും അത് അപകടകരം, നിർഭാഗ്യകരം എന്നേ പറയാൻ പറ്റൂ. അങ്ങനൊരു സംഭവം ഒരിക്കലും ഉണ്ടായിക്കൂടാത്തതാണ്. ഈ പെരുമ്പാവൂർ ദുരന്തം എന്ന് പറയുന്നത് കേരളത്തെ നല്ല ഇന്ത്യയെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് തന്നെ അത്ഭുതകരമായ കാര്യമാണ്. ഒരിക്കലും വിളിച്ചിരിക്കാത്ത നേരത്ത് തികച്ചും യാദൃച്ഛികമായ തികച്ചും വളരെ അത്ഭുതകരമായ സാഹചര്യം ഉണ്ടായ സംഭവം. അതേക്കുറിച്ച് അന്വേഷിക്കാൻ പത്രപ്രവർത്തകർക്ക് എല്ലാ അവകാശവുമുണ്ട്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി വരുമ്പോൾ അവിടെ സംഭവത്തെക്കുറിച്ച് എനിക്ക് യഥാർത്ഥമായ വിവരമില്ല. അതിന്റെ ദൃശ്യങ്ങളടക്കം വ്യക്തമാണ്. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾക്ക് മനസ്സിലായില്ലെങ്കിൽ കൂടി ഞാൻ പറയുകയാണ്. കാരണം ഇപ്പോൾ താങ്കൾ സംസാരിക്കുമ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ വ്യക്തമാണ്. മാധ്യമപ്രവർത്തകൻ അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകരെയും കൈരളി പീപ്പിൾ TVയുടെ അടക്കമുള്ള മാധ്യമപ്രവർത്തകരെ കുത്തിന് പിടിച്ച് വലിച്ച് പ്രവർത്തകരുടെ ഇടയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഞാനൊന്ന് ചോദിച്ചുകൊള്ളട്ടെ ശ്രീ ജേക്കബ് ജോർജ്, കഴിഞ്ഞ 5 നാളുകൾക്ക് മൂടി വെച്ചിരുന്ന സംഭവത്തെ ജനമധ്യത്തിലേക്ക് കൊണ്ടുവന്ന് അതൊരു ചർച്ചയായി ഒരു ജിഷ എന്ന പെൺകുട്ടി വീണ്ടും ഉണ്ടാകരുത് എന്ന വലിയ മെസ്സേജ് സമൂഹത്തിന് നൽകാൻ വേണ്ടി മാധ്യമപ്രവർത്തകർ പീപ്പിൾ TV അടക്കം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഈ കാട്ടുന്ന ആർജവം, മാധ്യമങ്ങളുടെ വായടയ്ക്കാൻ വേണ്ടി ഈ കാട്ടുന്ന ഈ ആർജവം അല്ലെങ്കിൽ ഈ കാട്ടുന്ന ചെയ്തികൾ, അത് നൽകുന്ന സന്ദേശമാണ് ഞാൻ താങ്കളോട് ആവർത്തിക്കുന്നത്. മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ അന്വേഷിക്കാനെത്തിയ പത്രപ്രവർത്തകരെ ചോദ്യം ചെയ്യുന്നതും അവരെ ആക്രമിക്കുന്നതും അപലപനീയമായ കാര്യം തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ജനാധിപത്യ കേരളത്തിൽ കൂടാത്തതാണ്. പിന്നീട് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ സംഘർഷഭരിതമാണ് കാര്യങ്ങൾ എല്ലാം. നിസ്സാര കാര്യം പോലും, ചെറിയ തീപിരി പോലും വലിയ പ്രശ്നമായിട്ട് ഊതിപ്പെരിപ്പിക്കാനുള്ള ശേഷി ന്റെ പേരിൽ പല ശക്തികൾക്കുമുണ്ട്. അതുപോലെ പത്രപ്രവർത്തകർക്ക് നേരെ ആക്രമണം നടത്തുന്നത് ഇത്തരം സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അപകടപ്പെടുത്തുന്ന കാര്യമാണ്. ഒരിക്കലും സംഭവിച്ചുകൂടാത്ത കാര്യമാണ്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹവും കൂടിയാണ്. തീർച്ചയായും ഇവിടെ കാരണം കേസിൻ്റെ ഇപ്പോഴത്തെ ദിശയും സാഹചര്യവും താങ്കൾക്ക് അറിയാമല്ലോ. ഇത് ജനമധ്യത്തിലേക്ക് എത്തരുത് എന്ന പിടിവാശി ഇക്കാര്യത്തിൽ ഉണ്ടോ? അങ്ങനെ ഒരു പിടിവാശി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ രാഷ്ട്രീയമാനം എന്നതിനപ്പുറത്തേക്ക് ഇതുണ്ടാകരുത് നാളെ. കാരണം ഇതൊരു എല്ലാവരുടെയും അല്ലെങ്കിൽ സമൂഹ മനസാക്ഷി മുഴുവൻ ആത്മനിന്ദയോടുകൂടി കാണുന്ന ഒരു സംഭവം, തലകുനിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഐക്യദാർഢ്യത്തോടുകൂടി കുറ്റകരമായ അനാസ്ഥ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റുപറയേണ്ട നിമിഷത്തിൽ ഇങ്ങനെ മുഖ്യമന്ത്രി പോലും പറയുന്ന ചോദ്യങ്ങൾക്ക് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം എന്തു ചെയ്തു അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് തുടങ്ങിയ വളരെ സ്വാഭാവികമായും നാളെയൊക്കെയും നിയമതലത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഉയർന്നു വരാവുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ വളരെ കണ്ണിങ് ആയിട്ട് ഉത്തരം ലഭിക്കേണ്ട അല്ലെങ്കിൽ നിയമവ്യവസ്ഥയിൽ പോലും നാളെ കോടതികൾ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. അവിടെ പറ്റിയ തെറ്റുകൾ, ലാഘവത്തോട് നടത്തിയ കൈകാര്യം ചെയ്യൽ, ഇടപെടൽ, ഇതൊക്കെയും ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായ മറുപടി നൽകുന്നതിന് പകരം ഈ രീതിയിലുള്ള അസഹിഷ്ണുത അവിടെ പ്രവർത്തകരെ കൂടി കരിവാക്കിക്കൊണ്ട് ഇങ്ങനെ മാധ്യമങ്ങളുടെ വായടയ്ക്കാൻ കാട്ടുന്ന ഈ ഒരു ധൃതി, അതിനെ എങ്ങനെ കാണുന്നു താങ്കൾ?
അല്ല, ഇത് തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്തെ ഒരു അനാസ്ഥ, കെടുകാര്യസ്ഥത ഉണ്ട്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ട് അവർ മനഃപൂർവ്വം കാട്ടിയതാവാം. കാര്യങ്ങൾ വേണ്ടാവണ്ണം അന്വേഷിച്ചില്ല. അന്വേഷണത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല. യഥാവിധി ഇൻക്വസ്റ്റ് തയ്യാറാക്കാനോ പോസ്റ്റ്മോർട്ടം ശരിക്കും നടത്താനോ ശാസ്ത്രീയമായി നടത്താനോ തയ്യാറായിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇതിലൊക്കെ എന്തോ അസ്വാഭാവികമായി കാണുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ ഇതുപോലൊരു സംഭവം സമൂഹത്തിൽ പ്രശ്നമാകാതിരിക്കാൻ വേണ്ടി ആരോ ഗൂഢമായി ശ്രമിച്ചതാണോ എന്നറിവായിട്ടില്ല. എന്തൊക്കെയാണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് അന്വേഷിക്കുന്ന മാധ്യമപ്രവർത്തകരെ തടയാൻ ശ്രമിക്കുന്നതും അവരെ ആക്രമിക്കുന്നതും തീർച്ചയായിട്ടും ശ്രീ ജേക്കബ് ജോർജ് ഞാൻ ചോദിക്കുന്നത്, കാരണം ആ ചോദ്യം പ്രസക്തമായിട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചതല്ലേ, കരുതിക്കൂട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ചോദിച്ചതാണെന്ന് താങ്കൾ കരുതാൻ കഴിയുമോ? കാരണം നമ്മൾ എല്ലാ തെളിവുകളും ശേഖരിച്ച് ശരീര പാർട്സുകളടക്കം വ്യക്തമായ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയ സംഭവമായിരുന്നു സൗമ്യ കൊലക്കേസ്. ആ കൊലക്കേസിൽ പോലും കോടതിയിലെത്തി അത്തരത്തിൽ ഇന്നിപ്പോൾ അതിൻ്റെ കുറ്റവാളി എന്ന് പറയുന്ന വ്യക്തി ഏത് സാഹചര്യത്തിൽ ഇന്ന് കോടതിയിൽ കഴിയുന്നു. ഇങ്ങനെ അത്തരം കേസുകൾക്ക് പോലും ആ രീതിയിലുള്ള കുറ്റകരമായ മാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയ രീതി, ആ പോസ്റ്റ്മോർട്ടത്തിന് ഒരു പക്ഷേ ശ്രീ ജേക്കബ് ജോർജ് താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? ടെലിഫോൺ ലൈനിൽ അദ്ദേഹം കട്ടായിരിക്കുന്നു. വളരെ കുറ്റകരമായ അനാസ്ഥ വീണ്ടും സംഭവിക്കുന്നു. പെരുമ്പാവൂരിൽ ഇന്ന് പുലരുമ്പോഴും ഒരുപക്ഷെ അസഹിഷ്ണുതയുടെ മറ്റൊരു നേർസാക്ഷ്യം കാണേണ്ടി വരുന്നു. അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന രീതിയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ ചോദ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ ഉന്നയിച്ച മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്തിരിക്കുന്നു യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ. അതിൻ്റെ ദൃശ്യങ്ങളാണ് പീപ്പിൾ ടി വിയിലൂടെ അല്പസമയം മുമ്പ് കണ്ടത്. ഇനി കൂടുതൽ വാർത്തയിലേക്കും അന്വേഷണത്തിൻ്റെ ദിശ സംബന്ധിച്ചും പ്രതിയിലേക്കുള്ള വഴികളുടെ യാഥാർത്ഥ്യങ്ങൾ സംബന്ധിച്ചുമൊക്കെ എത്തേണ്ടതുണ്ട്. വിശദാംശങ്ങൾ ഉമേഷിലേക്ക് പോകുന്നു. മാധ്യമപ്രവർത്തകർക്ക് നേരെ ഇന്ന് വീണ്ടും പതിവ് പോലെ രണ്ടാം ദിവസത്തിലും കഴിഞ്ഞ ദിവസം ആവർത്തിച്ചതുപോലെ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രി സംഭവസ്ഥലത്തെത്തുമ്പോൾ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകരെ വളഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നു. വിശദാംശങ്ങൾ ഉമേഷ് നൽകും. ഉമേഷ്, സംഭവസ്ഥലത്ത് എന്താണ് ഒരുപക്ഷെ ഇന്ന് രാവിലെ നടന്നത്? മുഖ്യമന്ത്രി എത്തിയപ്പോൾ എന്ത് ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്? ഏത് രീതിയിലായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായത്? പോലീസ് അപ്പോൾ എന്ത് ചെയ്യുകയായിരുന്നു? പ്രജീഷ്, 7:45 മുഖ്യമന്ത്രി ജിഷയുടെ അമ്മ കഴിയുന്ന പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മുഖ്യമന്ത്രി എത്തിയത്. മുഖ്യമന്ത്രി എത്തുന്നതിന് മുൻപ് തന്നെ ഇവിടെ രാവിലെ മുതൽ തന്നെ ഒരു 7 മണിയോടെ തന്നെ വലിയൊരു പോലീസിന്റെ സുരക്ഷ ഇവിടെ ചുറ്റുമൊരുക്കിയിരുന്നു, ആശുപത്രിക്ക് ചുറ്റുമൊരുക്കിയിരുന്നു. പ്രതിഷേധം ഭയന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇതിനെ നേരിടാൻ വേണ്ടി തന്നെയാണ് ഇത്രയും വലിയൊരു സുരക്ഷ ഒരുക്കിയിരുന്നത്. കാരണം ഇന്നലെ തന്നെ വലിയ പ്രതിഷേധം ആഭ്യന്തരമന്ത്രിക്ക് നേരെ ഉരുത്തിരിഞ്ഞു വന്നിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ഈ പ്രതിയെ കണ്ടെത്താൻ കഴിയാത്തതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും പ്രതിഷേധം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധം ഇന്നും ഉണ്ടായത്. മുഖ്യമന്ത്രി 7:45 ഇവിടെ കടന്നു വരികയായിരുന്നു. ആ സമയം പുറത്ത് നിരവധി പോലീസുകാർ ഉണ്ടായിരുന്നു. ഈ പോലീസുകാരുടെ സുരക്ഷയിൽ തന്നെയാണ് മുഖ്യമന്ത്രി അകത്തേക്ക് വന്നത്. അതിനുശേഷം അകത്ത് കയറുകയും ജിഷയുടെ അമ്മയെ കാണുകയും ചെയ്തു. ജിഷയുടെ അമ്മ വലിയൊരു നിലവിളിയാണ് മുഖ്യമന്ത്രിക്ക് നേരെ ഉയർത്തിയത്. കാരണം എവിടെയാണ് തന്റെ മകളെ കൊന്നവർ, എവിടെയാണ് അവരുടെ ഘാതകർ, എവിടെയാണ് സാർ എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ സങ്കടം മുഖ്യമന്ത്രിയെ അറിയിക്കുകയായിരുന്നു. അപ്പോൾ കൂടുതൽ പ്രതിഷേധം മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ട് മുഖ്യമന്ത്രി അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരോട് എല്ലാം പുറത്തിറങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു. പുറത്തിറങ്ങണം എന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് നമ്മളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. അതുവരെ ഇത് തത്സമയം ഇവരുടെ നിലവിളിയും മുഖ്യമന്ത്രിക്ക് നേരെയുള്ള നിലവിളി എല്ലാം തത്സമയം നമ്മൾ കൊടുക്കുകയായിരുന്നു. ഈ സമയത്ത് മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെട്ടത് പ്രകാരം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇതിനുശേഷം 10 മിനിറ്റോളം മുഖ്യമന്ത്രി അകത്ത് ഇവരുമായി കണ്ടു. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും MLA ബെന്നി ബെഹനാൻ അടക്കമുള്ളവർ മുഖ്യമന്ത്രിക്കൊപ്പം അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇതിനുശേഷം 10 മിനിറ്റിന് ശേഷം മുഖ്യമന്ത്രി പുറത്തേക്ക് ഇറങ്ങി വന്നു. പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായി മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം തേടുകയുണ്ടായി. മുഖ്യമന്ത്രി അപ്പോൾ പഴയ കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചു. അതായത് പ്രതികളെ ഉടൻ പിടികൂടും, ശരിയായ രീതിയിലാണ് അന്വേഷണം നടക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തുടങ്ങി. എന്നാൽ ഇതിനുശേഷം നിരവധി ചോദ്യങ്ങൾ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ ഉയർത്തുകയുണ്ടായി. സംഭവം നടന്ന് 7 ദിവസമായിട്ടും എന്തുകൊണ്ട് കഴിയുന്നില്ല, എന്തുകൊണ്ട് ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല, വലിയ വീഴ്ച പോലീസിന് സംഭവിച്ചില്ലേ, ഒരു PG വിദ്യാർത്ഥിനിയാണ് ഇത്തരത്തിൽ ഇവരുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഇതിനൊന്നും ഉത്തരം പറയാൻ പറ്റാതെ മുഖ്യമന്ത്രി കുഴങ്ങുകയായിരുന്നു.
ഇതേ സമയം തന്നെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ അസഹിഷ്ണുത ആ സമയം തന്നെ പ്രകടിപ്പിക്കാൻ തുടങ്ങി. കാരണം ചോദ്യങ്ങൾ പലതും ചോദിക്കുമ്പോൾ ഇവർ മാധ്യമങ്ങൾക്ക് നേരെ ആക്രോശിക്കുകയും ആ ചോദ്യങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അവസാനം പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാത്ത മുഖ്യമന്ത്രി അവിടെ നിന്ന് പതുക്കെ പോവുകയാണ് ഉണ്ടായത്. ഈ സമയം പോലീസ് വലിയ സുരക്ഷ മുഖ്യമന്ത്രിക്ക് കടന്നു പോകാനായി ഒരുക്കുകയും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും എല്ലാം സഹായത്തോടെ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി ഇവർ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്ത് മുഖ്യമന്ത്രി പോവുകയും ചെയ്തു. ഇതിന് മുഖ്യമന്ത്രി ഇത്തരത്തിൽ മാധ്യമങ്ങളെ കണ്ട ശേഷം ഉടൻ തന്നെ മാധ്യമങ്ങൾക്ക് നേരെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാടി വീഴുകയായിരുന്നു. പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനലിന്റെയും നമ്മുടെയും എല്ലാം പ്രതിനിധികൾക്ക് നേരെ ഇവർ വലിയ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവർ സൃഷ്ടിച്ചു. ഷർട്ട് വലിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഉന്തും തള്ളും മർദ്ദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് വളരെ നിഷ്ക്രിയരായിരുന്നു എന്നുള്ളത് നമ്മൾ തത്സമയം തന്നെ നമ്മുടെ പ്രേക്ഷകർ കണ്ടതാണ്. കാരണം ഇത്രയും മുഖ്യമന്ത്രിക്ക് വലിയ സുരക്ഷയൊരുക്കിയ പോലീസ് മാധ്യമങ്ങളെ ഏതാണ്ട് 10-15 മിനിറ്റോളം നേരം മർദ്ദിക്കുന്ന സാഹചര്യത്തിൽ വളരെ നിഷ്ക്രിയരായി ഇവരെല്ലാം നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി അവിടെ നിന്ന് കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി വന്നതിനേക്കാളും വലിയ പ്രതിഷേധം ഇന്ന് രൂപപ്പെട്ടു. ഒപ്പം മാധ്യമപ്രവർത്തകർക്കും ഇതിന്റെ മർദ്ദനം ഏൽക്കേണ്ടി വരികയും ചെയ്തു. പ്രതീക്ഷ തീർച്ചയായും അവിടെ ഉമേഷ് എന്ത് ചോദ്യങ്ങൾ ചോദിച്ചു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കളിയാക്കുന്ന തരത്തിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രകോപനം അയച്ചുവിടേണ്ട രീതിയിലോ ഒന്നും എന്തായാലും മാധ്യമപ്രവർത്തകർ പെരുമാറിയില്ല എന്നുള്ളത് ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ തത്സമയ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. പിന്നെ എന്തുകൊണ്ട് ഈ അസഹിഷ്ണുത കാട്ടി? കാരണം കാതലായ ചോദ്യങ്ങൾ തന്നെയാണോ മുഖ്യമന്ത്രിയോട് ചോദിച്ചത്? ആ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി അഴകുഴമ്പൻ മട്ടിൽ, കാരണം അങ്ങനെയായിരുന്നു, ആ രീതിയിലായിരുന്നു മുഖ്യമന്ത്രി മറുപടി നൽകിയത്. കാരണം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടായ ആ ഒരു ലാഘവത്തോടു കൂടിയ ഇടപെടൽ, കുറ്റകരമായ അനാസ്ഥ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലേ തുടങ്ങിയ ചോദ്യങ്ങൾക്കായിരുന്നു മുഖ്യമന്ത്രിക്ക് വാക്കുകൾ കിട്ടാതെ തപ്പിത്തടഞ്ഞു പോയത്. നാഷണൽ മീഡിയ, ദേശീയ മാധ്യമങ്ങളടക്കം ആ ചോദ്യങ്ങൾ ആവർത്തിക്കുന്ന കാഴ്ചയും അവിടെ നിന്ന് കണ്ടു. ഇങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ മുഖ്യമന്ത്രി കുഴയുന്ന സന്ദർഭത്തിൽ അവിടെ പ്രതിരോധം എന്ന തരത്തിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ എന്നായിരിക്കട്ടെ മാധ്യമങ്ങൾക്ക് തന്നെ കൊടുക്കാം എന്ന രീതിയിലേക്ക് പോവുകയായിരുന്നു. പോലീസ് അടക്കം ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവിടേക്ക് ഒരു പോലീസുകാരൻ വന്ന് പിടിക്കുന്നുണ്ട്, അതിനപ്പുറത്തേക്ക് യാതൊരു രീതിയിലുള്ള ഇടപെടലും ഉണ്ടാകുന്നില്ല. മാധ്യമപ്രവർത്തകരാണ് എല്ലാത്തിനും അവിടെ കുറ്റവാളികൾ എന്ന തരത്തിലേക്ക് ഏത് രീതിയിലാണ് സാഹചര്യങ്ങൾ പോയത്? അല്ല ഇവർ മാധ്യമങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് എന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. രാവിലെ മുതൽ തന്നെ ഇവർ വലിയ സുരക്ഷ, അതായത് പോലീസിനെ കൂടാതെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് വന്ന് കടന്നു പോകാനുള്ള സുരക്ഷ ഇവർ ഒരുക്കിയിരുന്നു. തീർച്ചയായും ഇവർക്കറിയാം മുഖ്യമന്ത്രിയെ കാണും, മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമെന്നെല്ലാം അറിയാം. വലിയൊരു പ്രതിസന്ധി സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കണം എന്ന ചിന്ത മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് നേരെ ഇവർ തിരിയുകയായിരുന്നു. ചോദ്യങ്ങൾ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വളരെ കൃത്യമായ, അതായത് ഈ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് സമൂഹം അറിയേണ്ട കൃത്യമായ ചോദ്യങ്ങൾ തന്നെയാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയേണ്ട, എല്ലാവരുടെയും ഒരാവശ്യമായി മാറിയിരിക്കുന്നു ഇവരുടെ ഘാതകരെ കൊണ്ടുവരേണ്ടത്. കാരണം അത്രയും വലിയൊരു ദേശീയ പ്രശ്നമായി തന്നെ ഇത് മാറിയ സാഹചര്യത്തിൽ അത്തരം ചോദ്യങ്ങൾ തന്നെയാണ് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഒരാഴ്ച കഴിഞ്ഞിട്ടും, ഇല്ലെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ പല കേസുകളിലും തെളിയിക്കപ്പെട്ടതാണ്. ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇത്രയും ഒരാഴ്ചയായിട്ടും ഇത്തരത്തിൽ ഇവരുടെ പ്രതികളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല? വളരെ സഹായകരമായ പല മൊഴികളും ഇതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല? പോസ്റ്റ്മോർട്ടം ചെയ്തതിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ വീഴ്ച സംഭവിച്ചു? ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതിന് മറുപടി പറയാൻ പറ്റാത്തത് വലിയൊരു വീഴ്ചയായി, പോലീസിന്റെ വീഴ്ചയായി കാണുന്നില്ലേ? ആദ്യം സംഭവം നടന്ന 2-3 ദിവസം എന്തുകൊണ്ട് ഇത് പുറം ലോകം അറിഞ്ഞില്ല? എന്തുകൊണ്ട് ഈ സംഭവം മൂടിവെച്ചു? ഇത്തരത്തിൽ സമൂഹം അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ചോദിച്ചത്. എന്നാൽ ഇതിനെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പോൾ പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ അഴകുഴമ്പൻ മറുപടി തന്നെയാണ്. കാരണം ഒരേ കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി വീണ്ടും ആവർത്തിച്ചത്. അന്വേഷണം ശരിയായ രീതിയിൽ ഉമേഷ് തുടരുക. മുഖ്യമന്ത്രി അവിടേക്ക് എത്തിയ സമയത്തെ ദൃശ്യങ്ങളുണ്ട്, അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ, ഇതിന്റെ രോദനം, അമ്മയുടെ രോദനമാണ് കാണുന്നത്. ഉന്നയിക്കുന്നു, ഘാതകരെ കണ്ടെത്തണം എന്ന് പറഞ്ഞ് അവർ ഉറക്കെ നിലവിളിക്കുകയാണ്. ഉമേഷ് മടങ്ങിയെത്താം, ആ ദൃശ്യങ്ങൾ കാണണം. അമ്മയുടെ മുന്നിലേക്ക് മുഖ്യമന്ത്രി എത്തുമ്പോൾ ഉണ്ടായ രോഷപ്രകടനം, അലമുറ മുഖ്യമന്ത്രി കാണാനെത്തുമ്പോൾ ഉണ്ടാകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്.
പരീക്ഷയൊക്കെ തോപ്പിക്കായിരുന്നു സാറേ. എന്റെ കുഞ്ഞിനെ കൊന്നവനെ കൊല്ലണം. അയ്യാ എന്റെ സാറേ. ഇവരെ ഉന്നയിക്കുന്നു. ഘാതകരെ കണ്ടെത്തണം എന്ന് പറഞ്ഞ് അവർ ഉറക്കെ നിലവിളിക്കുകയാണ്. ഉറക്കെ പലതും വിളിച്ചു പറയുന്നത് കൊണ്ടായിരിക്കണം എന്റെ മോനെ ദൂരം പഠിക്കാൻ പോയി. അവരെല്ലാം എന്റെ കൊച്ചിന്റെ പേര് പരീക്ഷയൊക്കെ തോപ്പിക്കായിരുന്നു സാറേ. എന്റെ കൊച്ചിനെ കൊന്നവനെ കൊല്ലണം. അയ്യാ എന്റെ സാറേ. ഇവരെ ഉന്നയിക്കുന്നു. ഘാതകരെ കണ്ടെത്തണം എന്ന് പറഞ്ഞ് അവർ ഉറക്കെ നിലവിളിക്കുകയാണ്. ഉറക്കെ പലതും വിളിച്ചു പറയുന്നത് കൊണ്ടായിരിക്കണം എന്റെ മോനെ ദൂരം പഠിക്കാൻ പോയി. അവരെല്ലാം എന്റെ കൊച്ചിന്റെ പേര് പരീക്ഷയൊക്കെ തോപ്പിക്കായിരുന്നു സാറേ. എന്റെ കൊച്ചിനെ കൊന്നവനെ കൊല്ലണം. അയ്യാ എന്റെ സാറേ. ഇവരെ ഉന്നയിക്കുന്നു. ഘാതകരെ കണ്ടെത്തണം എന്ന് പറഞ്ഞ് അവർ ഉറക്കെ നിലവിളിക്കുകയാണ്. ഹൃദയമുള്ള ആരെയും ഒരു പക്ഷേ നൊമ്പരപ്പെടുത്തുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആ ദൃശ്യങ്ങളാണ് കണ്ടത്. മുഖ്യമന്ത്രി മാതാവിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അലമുറയിട്ട് കരയുന്ന ഒപ്പം ചോദ്യങ്ങൾ കൂടി മാതാവ് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ടാണ് സംഭവിച്ചത്, ഉത്തരവാദികളായ ആളുകളെ അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്ത ആളുകളെ പിടികൂടിയോ തുടങ്ങിയ സ്വാഭാവികമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവിടെയും മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് മാധ്യമപ്രവർത്തകരെ അവിടെ നിന്നും മാറ്റുന്നു. ദൃശ്യങ്ങൾ പകർത്താൻ മുഖ്യമന്ത്രി ഇടപെട്ട് തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളിലൂടെ. ഒരിക്കൽ കൂടി ഉമേഷിലേക്ക് പോകുന്നു. ഉമേഷ്, ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ വളരെ സ്വാഭാവികമായ രോഷപ്രകടനമാണ് അവിടെ മാതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്താണ് അവിടെ ഉണ്ടായ ആ ഒരു സാഹചര്യം? അപ്പോഴും മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് മാധ്യമങ്ങളെ തടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. അതിൻ്റെ തുടർചലനങ്ങളാണ് പുറത്ത് നമ്മൾ കാണുകയും പ്രവർത്തകർ ആ രീതിയിൽ മാധ്യമപ്രവർത്തകരോട് പെരുമാറുകയും ചെയ്തത്. അകത്ത് മാതാവ് ായുള്ള കൂടിക്കാഴ്ചയിൽ സ്വാഭാവികമായ ചോദ്യങ്ങളായിരുന്നുവോ മാതാവ് പ്രകടിപ്പിച്ചത്? അവിടെ ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല, സംഭവം ആവർത്തിച്ചിരിക്കുന്നു, അതിനുശേഷം പോലും ഉണ്ടാകേണ്ട വളരെ കൃത്യതയോടുകൂടി അവധാനതയോടുകൂടി ഉണ്ടായ നടപടിക്രമങ്ങളൊക്കെയും പാളിച്ചകൾ പറ്റി, അതാണ് സ്വാഭാവികമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലും വിലക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുഖ്യമന്ത്രി പോവുകയാണോ ചെയ്തത്? എന്താണ് അവിടെ സംഭവിച്ചത് അകത്ത്? പ്രജീഷ്, ഈ ദൃശ്യങ്ങളിൽ കണ്ട പോലെ തന്നെ മുഖ്യമന്ത്രി അകത്തേക്ക് കയറിയ ഉടൻ തന്നെ ജിഷയുടെ മാതാവ് വലിയൊരു രോദനത്തോടെ മുഖ്യമന്ത്രിയെ കാണുകയായിരുന്നു. മകളെ കൊന്നവർ എവിടെയാണ്, അവരെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞില്ല എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഇവർ നിലവിളിച്ചുകൊണ്ടിരുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾ അവരുടെ മാതാവിൽ നിന്ന് ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം. വലിയ പ്രതിഷേധം പുറമേ തന്നെ രൂപപ്പെട്ട സാഹചര്യത്തിൽ ഇവരുടെ അമ്മയുടെ ഭാഗത്തു നിന്ന് കൂടിയുള്ള വളരെ വലിയ ഒരു രോദനം പ്രേക്ഷകരിലേക്ക് തത്സമയം പോകുന്ന ഒരു സമയത്താണ് മുഖ്യമന്ത്രി ഇതിന്റെ അപകടം കൂടി മനസ്സിലാക്കിയായിരിക്കണം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ പുറത്താക്കാൻ തീരുമാനിച്ചത്. മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ട്, വേറെ മറ്റാരുമല്ല, കൂടെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോ അല്ലെങ്കിൽ MLA അങ്ങനെയുള്ളവരാരും തന്നെയല്ല, മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നമ്മളോട് പറയുകയായിരുന്നു,
പുറത്തേക്ക് ഇറങ്ങിപ്പോകണം, ഇവരെ ഒന്ന് കാണട്ടെ, പുറത്തേക്ക് മാറി നിൽക്കണം എന്നാവശ്യപ്പെട്ടത്, റൂമിൽ നിന്ന് പുറത്തിറങ്ങണം എന്നാവശ്യപ്പെട്ടത്. ഇതേ തുടർന്ന് നമ്മൾ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ഉടൻ തന്നെ അതിന്റെ വാതിൽ അടയ്ക്കുകയും ചെയ്തു. തുടർന്ന് നമ്മൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു. ഇത്തരത്തിൽ അകത്ത് വലിയ പ്രതിഷേധ സ്വരങ്ങൾ അകത്ത് ഇവരുടെ അമ്മ തന്നെ മുഖ്യമന്ത്രിയോട് നിലവിളിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കേൾക്കാമായിരുന്നെങ്കിലും അതൊന്നും തന്നെ കാണിക്കാൻ മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ കൃത്യമായ തെളിവ്. നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് അക്കാര്യം. മാത്രമല്ല അതിന്റെ തുടർചലനങ്ങളാണ് പുറത്ത് കണ്ടത്. ഇത്തരത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ കുഴങ്ങുന്നു മുഖ്യമന്ത്രി. പിന്നീട് ഉത്തരം പറയാനാവാതെ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ അതിന്റെ രോഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിന്റെ രോഷം തീർക്കുന്നു. കാരണം ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണം കഴിഞ്ഞ ദിവസം തന്നെ അതിന് തുടക്കമിട്ടതാണ്. അതിന്റെ തുടർച്ചയാണ് ഇന്നും ഉണ്ടായത് എന്ന് വേണം കാണാൻ. ഇന്നലെ അവർ നമ്മുടെ OB വാനിന് നേരെയും മറ്റും ആക്രമണം അഴിച്ചുവിടുമ്പോൾ ഇന്ന് നേരിട്ട് മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായത്. ഇത് ഒരു 10, 15, 20 മിനിറ്റോളം ഇത് നീളുമ്പോഴും ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ആരും തന്നെ ഇതിന് തടയാൻ വേണ്ട നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രിക്കും മറ്റും സുരക്ഷ ഒരുക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് സുരക്ഷ പോലീസ് ഒരുക്കിയില്ല. ഇവരെ തല്ലുന്നത് പലരും നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. 10-15 മിനിറ്റോളം അക്രമം നീണ്ടു നിൽക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴൊന്നും ഇതിൽ ഇടപെട്ട് തടയാൻ കഴിഞ്ഞില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം കൊണ്ടല്ല എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കും. കാരണം രാവിലെ മുതൽ തന്നെ വലിയൊരു സുരക്ഷ ഇതിനുവേണ്ടി ഒരുക്കുന്നു. മുഖ്യമന്ത്രിയുടെ കൂടെ പോകാനും തിരിച്ചിറങ്ങുമ്പോൾ കൂടെ ഉണ്ടാകാനും എല്ലാം തന്നെ ഇവർ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് നേരെ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇത്തരത്തിൽ വളരെ ബോധപൂർവമായ ഇടപെടൽ തന്നെ ഉണ്ടാകുന്നു. പല ചോദ്യങ്ങളും ഉണ്ടാകും, അല്ലെങ്കിൽ പല പ്രതിഷേധങ്ങളും ഉണ്ടാകും എന്ന് കണ്ട് മുഖ്യമന്ത്രി ഇവരെ കാണുന്ന, അതായത് ജിഷയുടെ അമ്മയോട് സംസാരിക്കുമ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും ആവശ്യപ്പെടുന്നു. ഇതെല്ലാം വളരെ ബോധപൂർവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. പ്രതീക്ഷ ഉമേഷ്, ഇന്നിപ്പോൾ കേസിന്റെ ദിശ ഏത് രീതിയിലാണ്? കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ അറസ്റ്റിലായ വ്യക്തിയെ ഇന്ന് അദ്ദേഹത്തെ പോലീസ് പ്രതിയാണെന്ന് സ്ഥിരീകരിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. എങ്കിൽ കൂടിയും തെളിവെടുപ്പുമായിട്ടൊക്കെ ഇന്ന് എത്തിക്കാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? അന്വേഷണത്തിന്റെ ദിശ ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു? പ്രതീക്ഷ, ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ 4 പേരുണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയുന്നത്. അതിൽ ഒരാളെ ഇന്നലെ കണ്ണൂരിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്തതാണ്. അത് ഈ സമീപവാസികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ഒരാളെ കണ്ണൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. കണ്ണൂരിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തത്. ഇത് പരിസരവാസികൾ കഴിഞ്ഞ ദിവസം പോലീസിന് മൊഴി നൽകിയിരുന്നു. അതായത് ഈ സംഭവ ദിവസം ഒരാൾ ഈ ജിഷയുടെ വീട്ടിലേക്ക് കയറി പോകുന്നത് കണ്ടു എന്ന് സമീപവാസികൾ പറഞ്ഞിരുന്നു. അയാൾ കറുത്ത പാൻസും മഞ്ഞ ഷർട്ടുമാണ് ധരിച്ചിരുന്നത് എന്ന സൂചനയും പോലീസിനോട് നൽകിയിരുന്നു. മാത്രമല്ല ഇതോടൊപ്പം CCTV ദൃശ്യങ്ങളും ആ വീട്ടിൽ സ്ഥാപിച്ചിരുന്നു. അതായത് ജിഷയുടെ അയൽ വീട്ടിൽ ഒരു CCTV ക്യാമറയും സ്ഥാപിച്ചിരുന്നു. ആ ക്യാമറയിൽ ഈ ദൃശ്യങ്ങളുണ്ട് എന്ന് പോലീസിനോട് അവർ പറയുകയും ചെയ്തു. ഇതൊന്നും ആദ്യഘട്ടത്തിൽ പോലീസുമായി ഇത്തരത്തിൽ അയൽവാസികൾ സഹകരിച്ചിരുന്നില്ലെങ്കിൽ തന്നെയും ഇപ്പോൾ ഇതിന്റെ വലിയ മാനം കണ്ടുകൊണ്ട് തന്നെ, വലിയ സംഭവമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവർ സഹകരിക്കാൻ തീരുമാനിക്കുകയും ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ പിന്നീട് പോലീസിന് കൈമാറുകയും ചെയ്തു. ഈ CCTV പോലീസ് പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ ഒരാൾ ഇതിലൂടെ അങ്ങോട്ട് കടന്നു പോയിട്ടുണ്ട് എന്ന CCTV ദൃശ്യത്തിൽ വ്യക്തമാവുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇയാളെ കുറിച്ച് കൂടുതൽ അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചത്. പ്രത്യേകിച്ച് മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. അപ്പോഴാണ് ഇയാൾ കണ്ണൂരിലാണ് ഉള്ളത് എന്ന് വ്യക്തമായത്. കണ്ണൂരിലേക്ക് തന്നെ പോലീസ് സംഘം തിരിക്കുകയായിരുന്നു. കണ്ണൂരിൽ പരിശോധനയ്ക്ക് ശേഷം അവസാനം ഇയാൾ പോലീസിന്റെ വലയിൽ കുടുങ്ങുകയായിരുന്നു. എന്നാൽ അതേസമയം തന്നെ ഇവർ രേഖാചിത്രവും പോലീസ് തയ്യാറാക്കിയിരുന്നു. പരിസരവാസികളുടെയും മറ്റും മൊഴി കേന്ദ്രീകരിച്ചുകൊണ്ട് രേഖാചിത്രവും പോലീസ് തയ്യാറാക്കിയിരുന്നു. ഈ രേഖാചിത്രവും കണ്ണൂരിൽ നിന്നും പിടികൂടിയ ആളും ഏതാണ്ട് ഒരേ സാമ്യം ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും പോലീസ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് മടങ്ങിയെത്താം. ഉമ്മൻചാണ്ടി ആശുപത്രിയിൽ എത്തി, അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ, ക്ഷമിക്കണം, ആ ദൃശ്യത്തിലേക്ക്. എന്റെ മോനെ ദൂരം പഠിക്കാൻ പോയി അവരെല്ലാം കൊച്ചിന്റെ പരീക്ഷയൊക്കെ തോപ്പിക്കായിരുന്നു സാറേ. എന്റെ കൊച്ചിനെ കൊന്നവനെ കൊല്ലണം. അയ്യാ സാറേ, അയ്യാ
ഇവരെ ഉന്നയിക്കുന്നു, ഘാതകരെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് അവർ ഉറക്കെ നിലവിളിക്കുകയാണ്.